ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ പേഴ്സണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു ഒരു കാരണവശാലും വാങ്ങുന്ന ആളുകളുടെ മുഖം കാണിക്കരുത് എന്ന്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇടത് കൈ അറിയാതെ വലത് കൈയിൽ നൽകണമെന്ന് പറയുന്നത് പോലെ ആ മാതൃക കൃത്യമായി പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ബേർക്ക യൂത്ത് ലീഗ് പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. മലയാളികൾ പൊളിയാണ്. ആ ഒരു ഡയലോഗ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള മലയാളികളുടെ സേവനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നുള്ളത്. അതെ, പ്രളയം വന്നു കഴിഞ്ഞാലും ഇനി കൊറോണ വന്നു കഴിഞ്ഞാലും മലയാളികൾ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചെയ്യുക തന്നെ ചെയ്യും. അവരോടൊപ്പം തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെയും കൃത്യമായി മാനിക്കുന്നവരാണ് മലയാളികൾ. അതുപോലെയുള്ള ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ക്ഷണിക്കുന്നുള്ളത്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർക്കളയിലെ ബേർക്കയിലാണ്. ബേർക്കയിലെ മുസ്ലിം ലീഗ് ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത്. ഇവിടെ ബേർക്ക യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഏകദേശം 1000-ഓളം വരുന്ന കിറ്റുകൾ സജ്ജമാക്കിയിരിക്കുകയാണ്. പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ചില ആളുകൾ കിറ്റുകൾ നൽകാറുണ്ട്. വിമർശിക്കുകയാണ് എന്ന് തോന്നരുത്. പക്ഷേ ആ കിറ്റുകളിലൊക്കെ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ സേവനങ്ങൾ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കൃത്യമായ രീതിയിൽ ഒരു വീടിന് എന്തൊക്കെ ആവശ്യമുണ്ട്, ആ ആവശ്യ സാധനങ്ങൾ കൃത്യമായി പാക്ക് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പൊതുജനങ്ങളുടെ അവസ്ഥയെ മാനിക്കുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ പ്രവൃത്തിയാണ് ബേർക്ക യൂത്ത് ലീഗ് പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഉള്ളി ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഉള്ളികൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളികളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഒപ്പം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ചയും കൂടി കാണാം. ദാ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള കിറ്റുകൾ നോക്കൂ, കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. സോപ്പുകളുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വീടിന് വേണ്ട സാധനങ്ങൾ. എത്ര ദിവസം വരെ ഈ സാധനങ്ങൾ ഒരു വീടിനെത്താൻ വേണ്ടി സാധിക്കും? 10 ദിവസമെല്ലാം പോകില്ലേ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെയുള്ള ബേർക്ക യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും പ്രവർത്തകരും അവരുടെ മെമ്പർമാരും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ യൂത്ത് ലീഗിൻ്റെ ഈ ശാഖയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഏകദേശം ഒരു 500ഓളം കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഒരു ഇതിൽ ഞങ്ങൾ ഒരു 500ഓളം ഉണ്ട്. അത് 7000 വന്ന ഉടനെയാണ് വീണ്ടും ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇനിയൊരു 1000 കിറ്റോളം നമ്മൾ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ഇനി ആവശ്യക്കാർ കൂടുതൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പെട്ടെന്ന് ഒരു ലോഡ് സാധനം ഇറക്കുകയും അതിനെ പാക്ക് ചെയ്യുകയും ഈ രീതിയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലും കൊടുക്കും, വീടുകളിലേക്ക് എത്തിച്ചും കൊടുക്കും. അത് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് ഞങ്ങൾ ഇവിടെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പുറത്ത് ഞങ്ങൾ ഏകദേശം 28 എന്തോ ശാഖകളുണ്ട് ഞങ്ങളെ യൂത്ത് ലീഗിൻ്റെ. ഈ 28 ശാഖയിലേക്ക് ഒരു ശാഖയിലേക്ക് 5 കിറ്റിൻ്റെ ഇത് വീതം ഞങ്ങൾ അതും കൊടുത്തിട്ടുണ്ട്. ശാഖാതലത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. അവർക്കാണല്ലോ അറിയാം, അവരവരെ പ്രദേശത്ത് അവർക്കറിയാമല്ലോ ആരാണ് ഇതിന് ഉചിതമായ ആൾക്കാർ എന്നുള്ളത്. അവർ കണ്ടെത്തിയിട്ട് അവർ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അഷ്റഫ് ബേർക്കയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ 500ഓളം കിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വാർഡിൻ്റെ അകത്തും അതേപോലെ തന്നെ പുറത്തും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞങ്ങളെ ഈ ആദ്യം കൊടുത്തവരിനെ വീണ്ടും ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 1000ഓളം കിറ്റുകളാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്.
ഇതിൽ നിന്നിപ്പോൾ കൊടുത്തുകൊണ്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശം എന്താ വെച്ചാൽ ആദ്യം വാർഡിൻ്റെ അകത്തും പുറത്തും കൊടുത്തിന്, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പഞ്ചായത്തിൻ്റെ അകത്ത് കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ആയിട്ടുള്ളത്. അത് സ്വന്തം ഏരിയ മൊത്തം കവർ ചെയ്തതിന് ശേഷം ഒരു വിപുലമായിട്ടുള്ള ഒരു പരിപാടി സജ്ജീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാസികൾ, ഇപ്പോൾ എല്ലാവരും പ്രവാസികൾ കൊടുക്കില്ല, പക്ഷേ ഞങ്ങൾ അതിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മളെ പരസ്യപ്പെടുത്തുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അത് അവരെ ഫോട്ടോസോ അല്ലെ നമ്പറോ പരസ്യപ്പെടുത്താണ്ട് കണ്ട് രഹസ്യമായിട്ട് പിന്നെ അവരെ വീട്ടിലെത്തിക്കാന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവാസികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ ചെങ്കള പഞ്ചായത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണുള്ളത്. അതുകൊണ്ട് എത്തിക്കാനുള്ള ഭയങ്കര പ്രയാസമുണ്ട്. അങ്ങനത്തെ ഒരു വിഷമത്തിലാണുള്ളത്. ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ ക്യാമറ പേഴ്സണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഒരു കാരണവശാലും വാങ്ങുന്ന ആളുകളുടെ മുഖം കാണിക്കരുത് എന്ന്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇടത് കൈ അറിയാതെ വലത് കൈയിൽ നൽകണമെന്ന് പറയുന്നത് പോലെ ആ മാതൃക കൃത്യമായി പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ബേർക്ക യൂത്ത് ലീഗ് പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. നമ്മോടൊപ്പം ഷുക്കൂർ ചെർക്കള ചേരുന്നുണ്ട്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കാര്യം ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊള്ളാൻ മുസ്ലിം ലീഗ് പാർട്ടി എന്ന നിലക്ക് നമ്മുടെ നിർദ്ദേശം നൽകുകയും ഈ ജില്ലയിൽ തന്നെ മാതൃകാപരമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസ്ഥാനം ഈ വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ അതിന് സജീവമായി മുന്നിട്ടിറങ്ങി വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒരു ഭാഗത്ത് പോലീസ്, ഒരു ഭാഗത്ത് ആരോഗ്യ പ്രവർത്തകരെ ഇവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും എത്തേണ്ടടുത്തേക്ക് സാധനങ്ങൾ ആവശ്യക്കാർക്ക്, അത്യാവശ്യക്കാർക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ബേർക്ക യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം മെമ്പർ ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ റമളാനൊക്കെ വരികയാണല്ലോ. മുസ്ലിം മതവിശ്വാസ പ്രകാരം റമളാൻ എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് മുസ്ലിങ്ങൾ കാണുന്നുള്ളത്. ആ സമയത്ത് ഈ സേവനം സ്വാഭാവികമായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് അതൊരു ഇരട്ടിയാകാനുള്ള സാധ്യതകളുണ്ട്. അത് ശ്രമിക്കുന്നതാണ് ഞങ്ങൾ. പിന്നെ ഇപ്പോൾ ഇനി റമളാനാണ് ഇനി 10 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നത്. 10-15 ദിവസം 25-25 മിക്കവാറും റമളാൻ തുടങ്ങുന്നത്. ഇനി ആ കാര്യം കൂടി കുറച്ചും വരാൻ പോകുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ആ കാര്യം കൂടി. അപ്പോൾ നമുക്കിത് ഇപ്പോൾ എത്തിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത്, ഇപ്പം പോലീസിൻ്റെ ലോക്ക്ഡൗണിൻ്റെ കൊണ്ട് സർക്കാരിൻ്റെ ലോക്ക്ഡൗൺ ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ ചെറിയൊരു പ്രയാസം ഞങ്ങൾ നേരിടുന്നുണ്ട് ഇത് എത്തിക്കുന്നതിന്. അല്ല, ഒപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വലിയ കേന്ദ്രം തന്നെയാണ് ഈ ചെർക്കള പ്രദേശം. സ്വാഭാവികമായിട്ട് ഈ ബേർക്കയുടെ പല പ്രദേശങ്ങളിലുണ്ട്. അവരൊക്കെ വ്യക്തമായി പരിഗണിക്കുന്നുണ്ട് അല്ലേ? അതെ, 500-ൽ പരം ക്വാർട്ടേഴ്സുകൾ ഈ വാർഡിലുണ്ട്. ഈ വാർഡിൽ ഏകദേശം 850 റൂം നമ്പർ ഉണ്ടെങ്കിലും അതിൽ 500-ൽ പരം ക്വാർട്ടേഴ്സുകളാണുള്ളത്. വലിയൊരു വെല്ലുവിളിയാണ്. ആൾക്കാരെ കൂടുതൽ ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിക്കുന്നുള്ളത്. അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടി, ഈ ഭക്ഷണ കിറ്റ് നൽകുന്നത്. 1000-ഓളം കിറ്റുകൾ അവർ വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വലിയൊരു കർമ്മം ചെയ്ത ബേർക്ക ശാഖ മുസ്ലിം യൂത്ത് ലീഗിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോഡ് കണക്കിന് അരികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പരസ്യമുണ്ട്, അതിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും സാധനങ്ങൾ എത്തിക്കുമാണ് എന്നാണ് അവർ പറയുന്നത്. ബേർക്ക ശാഖ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ബഷീർ CA, അതുപോലെ തന്നെ അഷ്റഫ് പേർളം പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി, എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ ഒരു കാര്യത്തിനുണ്ടായിട്ടുണ്ട്. സ്വന്തം നാട്ടുകാരോടൊപ്പം തന്നെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെയും ഇവർ വ്യക്തമായി പരിഗണിക്കുന്നുണ്ട് അല്ലേ? 500-ഓളം ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഭൂരിഭാഗവും അവരാകാനാണ് സാധ്യത അല്ലേ? അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഞാനും അതുപോലെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും അംഗങ്ങളൊത്ത് റേഷന് എല്ലാ വീടുകൾക്കും റേഷൻ പോയിട്ട് അവിടെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ 200-ൽ പരം വീടുകൾക്ക് ഞങ്ങൾ റേഷൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. തലേദിവസം റേഷൻ കാർഡ് വാങ്ങിയിട്ട് ആവശ്യങ്ങളുള്ള എല്ലാ റേഷൻ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് റേഷൻ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയലോഗിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. മലയാളികൾ പൊളിയാണ്, ബേർക്കയിലെ യൂത്ത് ലീഗുകാരും പൊളിയാണ്. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.